ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പലരും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോട്ടോ. ചിലതൊക്കെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാക്കി. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസിൽ നമ്മൾ വന്നത്. ഹായ് നമസ്കാരം, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിലോട്ട് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സംഭവങ്ങളൊക്കെ നോക്കാം. രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ഒരു ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. നാളെ മുതൽ ഡയറ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇടക്ക് ഡയറ്റ് എടുക്കാറുണ്ട്. പിന്നെ ഇടക്കാകുമ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്ത് നോക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നോക്കാമെന്ന് വിചാരിക്കുന്നു. കുട്ടികളൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ടിട്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ നമുക്ക് അപ്പവും കടലക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതിന് തന്നെ നമ്മൾ കടല, മഞ്ഞപ്പൊടിയും, മുളക് പൊടിയും, മസാലപ്പൊടി, ഇച്ചിരി സവാളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഈ കടല അങ്ങോട്ട് ഇട്ടതിന് ശേഷം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഇച്ചിരി തേങ്ങ അരച്ച് ചേർക്കാണ് കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി ജീരകവും കൂടെ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലതായിരിക്കും, നല്ല കട്ടിയായിരിക്കും കേട്ടോ കറിക്ക്. കുട്ടികളൊക്കെ കഴിക്കും. കറി കഴിക്കട്ടെ? കറി കഴിക്കട്ടെ? കഴിച്ചോട്ടാ. അല്ല മോനാണ് ഇങ്ങോട്ട് കഴിക്കാൻ ചിരിച്ചേ. ഞാനിപ്പോൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. നമുക്ക് മൊത്തം വെജിറ്റേറിയൻ ആണ്. പെരുന്നാളൊക്കെ ആയതുകൊണ്ടിട്ട് കഴിഞ്ഞ ദിവസം നോൺ വെജൊക്കെ ആയതുകൊണ്ടിട്ട് ഇന്ന് പ്യുവർ മൊത്തം വെജിറ്റേറിയൻ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ മോരുകറിയൊക്കെ വെച്ചു കേട്ടോ. അതായത് തട്ടിക്കൂട്ട് മോരുകറിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മോരുകറി. പിന്നെ ഇതിൻ്റെ അകത്ത് പരിപ്പാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അതായത് കുറച്ച് കൂമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. വാഴക്കൂമ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് തോരൻ വെക്കാൻ വേണ്ടി പോവുകയാണ്. സാധാരണ നമ്മൾ വെക്കുന്ന പോലെ തന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അരപ്പും കൂമ്പും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇച്ചിരി ഒന്ന് ആവിയേറ്റി എടുത്തതിന് ശേഷം നമ്മൾ പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ആവിയേറ്റി എടുക്കും. ടേസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾ മിക്കവാറും ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കാറ്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും സാധിക്കും കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ എരിവിന് ഒന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് പിന്നെ നമ്മൾ മുളക് കൂടെ ചാലിച്ച് ഒരു പപ്പടവും കൂടെ കാച്ചിയാണ് ഉച്ചക്കത്തെ ചോറ് കഴിച്ചത്. ഇപ്പം നാളെ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പരീക്ഷയുള്ള ദിവസമാണ്. മാത്രമല്ല എനിക്ക് ഓഫീസും ഉള്ള ദിവസമാണ് കേട്ടോ. ഇനി നാളെ തന്നെ ഒരു ഹറിബറിയൊക്കെ ആയിരിക്കും. ശേഷമുള്ളത് ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. നമസ്കാരം. നിങ്ങൾ പലരും ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതായത് ആദ്യം ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സുറുമി എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാനൊരു അഡ്വക്കേറ്റ് ക്ലർക്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് വെളിയിലാണ്. ഹസ്ബൻഡ് ഡ്രൈവറാണ്. എനിക്ക് 3 കുട്ടികളാണുള്ളത്. എൻ്റെ കുട്ടികളെയൊക്കെ നിങ്ങൾ ഷോർട്സിലൂടെ കണ്ടു കാണുമായിരിക്കും. 3 ചെറിയ കുട്ടികളാണ് കേട്ടോ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. കാരണം എനിക്ക് ജോലിക്ക് പോകാനുള്ള സാഹചര്യം, കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സാഹചര്യം, ഓനെ ഹസ്ബൻഡും വെളിയിലായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഞാനൊരു വീടിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പലരും എന്നോട് ചോദിച്ചു എൻ്റെ സാഹചര്യം ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ഇവിടെ എൻ്റെ വീടാണ് ഞാനതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് സത്യം പറഞ്ഞാൽ എൻ്റെ പാപ്പ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്. പാപ്പ മരണപ്പെട്ടു പോയതിന് ശേഷം വീട്ടിൽ അല്ലറ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു വീട് പണിത് എൻ്റെ ഉമ്മാക്ക് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണെന്നുള്ളത്. പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കാത്തത് കൊണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും യൂട്യൂബിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ,